എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇഞ്ചോടിഞ്ചിൻ്റെ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ചോദ്യങ്ങളായിട്ട് നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയൊരു ടീമുണ്ട്, 2 ടീമാണ്. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇങ്ങനൊരു സൗഹൃദങ്ങളൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാവട്ടെ. നമസ്കാരം, പേരെന്ന് പറയൂ. റിയാസ്. എവിടെ സ്ഥലം എവിടെയാണ്? മലപ്പുറത്താണ്. എന്താണ് ജോലി? ഇന്റർലോക്ക്. എപ്പോൾ എത്തി തിരുവനന്തപുരത്ത്? ഇന്ന് രാവിലെ എത്തി. പേരെന്താണ്? ജിംഷാദ്. മലപ്പുറം തന്നെയാണ്? മലപ്പുറം. ഓക്കെ. എന്താണ് ജോലി? എന്താ? ബിസിനസ് ആണ്. ഓക്കെ. ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. ഓക്കെ. ബിസിനസ്സിന് പറ്റിയൊരു സ്ഥലമാണോ മലപ്പുറം? ബിസിനസ് മലപ്പുറത്തല്ല, ഹൈദരാബാദിലാണ് അല്ലേ? ഓക്കെ. എപ്പോഴെത്തി? നാട്ടിലെപ്പോഴെത്തി? 2 ആഴ്ച. പേരെന്താണ്? ഹാദിയ. ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പഠിക്കുക. എന്താ പഠിക്കുന്നത്? ബി.എഡിന് പഠിക്കുന്നു. മലപ്പുറത്ത് തന്നെയാണ്. ഓക്കെ. സുഖാണോ? പേര് പറ. ആദ്യം ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നില്ല അല്ലേ? അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കറങ്ങാൻ വരാ. ഓക്കെ. എത്രയല്ല പഠിക്കണേ? 6 പഠിക്കുന്നത്. എവിടെ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഓക്കെ. സിനിമയ്ക്ക് ഇഷ്ടമാണോ? ആരുടെ ഫാനാ? മോഹൻലാൽ ഫാനാണ്. വെരി ഗുഡ്, അടിപൊളി. ഓക്കെ. പേരെന്താ നമ്മളുടെ? അമ്മയ. ഓക്കെ. എത്രയിൽ പഠിക്കുന്നു അമ്മയ? 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണോ? ചെറുതായിട്ട്. എന്ത് കാര്യത്തിനാണ് ദേഷ്യം വരുന്നത് പറ? പെട്ടെന്ന് വീട്ടിൽ നിന്നൊക്കെ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുമോ? ശരി. നമസ്കാരം സാർ. പേരെന്താണ്? ഷൈനു. സ്വന്തം സ്ഥലം എവിടെയാണ്? വർക്കലയിലാണ് അല്ലേ? നല്ല ഇവിടുന്ന് ഒരുപാട് പേര് വർക്കല കാണാൻ അങ്ങോട്ടേക്ക് വരുന്നു, അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു അല്ലേ? ശരി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നല്ല സൗഹൃദം പോലെ ഒരു സ്ഥലമാണ് വർക്കല, തിരുവനന്തപുരം എന്നൊക്കെ പറയുന്നത്. ജി എന്താണ് ജോലി? എന്താണ്? വിദേശത്താണ്. ഗൾഫിലാണ്. ഓക്കെ. എവിടെയാണ്? ഗൾഫിൽ എവിടെയാണ്? ഷാർജയിലാണ്. ഒരുപാട് വർഷമായോ? 22 വർഷം. ഇപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ടൊക്കെ വരുന്ന ഒരു സ്ഥലാപ്രശ്നങ്ങളൊക്കെ മാറിയോ? ഇല്ല, ഇപ്പോഴും അങ്ങനെയാണ്. ആ ഒരേ അവസ്ഥയാണ്. ഇത്രയും മാറ്റങ്ങൾ വന്നു, UAE ഒക്കെ ഇത്രയും മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞും ഷാർജയ്ക്ക് ഇപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താ? അവിടുത്തെ ബലതീര പ്രശ്നം തന്നെ. അങ്ങനത്തെ പ്രശ്നമാണ്. ക്ലീനിങ് ഒന്നും നടക്കൂല, അതിന്റെ പ്രശ്നം തന്നെ. പക്ഷേ ദുബായ്, അബുദാബി ഒന്നും കുഴപ്പമില്ല, പറ്റില്ല. ഈ ഷാർജ നമ്മുടെ കേരളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതായാലും കുറച്ചും കൂടി നല്ലത് കേരളമാണോ ഷാർജയാണോ? ഈ ക്ലീനിങ്ങിന്റെ ഒക്കെ കാര്യത്തിൽ അത് ഷാർജ. പേരെന്താണ്? നിഷ. ജോലി ഒന്നും ചെയ്യുന്നുണ്ട്? ഒന്നും ചെയ്യുന്നില്ല. ശരി. അപ്പോൾ മലപ്പുറവും വർക്കലയും ടീമിനെ നമ്മളൊന്ന് പരിചയപ്പെട്ടു. ഇനിയിപ്പോൾ ഉള്ളത് പാട്ട് പാടുമോ? എന്തൊക്കെയാ ഹോബീസ്? എന്തൊക്കെയാ? പാട്ട് പാടുവാ? അവർ രണ്ടുപേരും ഒരു പാട്ട് കേൾക്കാല്ലേ? ഓക്കെ. ശരി. ജൂപ്പിറ്റർ മഴ നനയ ചന്ദ്രനെ നോക്കിയിരിക്കാം, ചൊവ്വേലൊരു മാളിക കെട്ടാം നിനക്കായി ഞാൻ, തിരികെ വരുമോ നീ എന്നരികിലലയുവാൻ, ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ. അടിപൊളി. ശരി. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ചെറിയ ചോദ്യത്തിലേക്ക് അങ്ങോട്ട് കിടക്കാം. നിങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ വന്നല്ലേ, ഒന്നും കൂടി അടുത്തെടുക്കാവോ പ്ലീസ്? ഓക്കെ, റെഡി. അപ്പോൾ 10 ചോദ്യങ്ങളുണ്ട്. 10 കുസൃതി ചോദ്യങ്ങളാണ്. ഓക്കെ. ഈ കുസൃതി ചോദ്യം ഓരോന്നായിട്ട് ഞാൻ പറയും. ഇവിടെ ഒരു ടീമായിട്ടൊന്നുമല്ല മത്സരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആരാണോ ഉത്തരം പറയുന്നത് അവർക്കൊരു പോയിന്റ്. അങ്ങനെ കൂടുതൽ പോയിന്റ് ആർക്കാണോ കിട്ടുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരും. സമ്മാനം വർക്കലയിലേക്കാണോ അല്ലെങ്കിൽ മലപ്പുറത്തേക്കാണോ? 2 ടീമും സൂപ്പറാണ് അല്ലേ? ശരി. അപ്പോൾ ചോദ്യം ഞാൻ പറഞ്ഞു, GK അല്ല, ഫണ്ണി ചോദ്യമാണ്. ആ രീതിയിൽ മാത്രം എടുത്താൽ മതി. ചോദിക്കുന്ന ആദ്യ ചോദ്യം. ഓക്കെ. ഇതൊരു ചെറിയൊരു മലയാള വാക്കാണ്. ഓക്കെ. ഈ മലയാള വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം നീട്ടിപ്പറഞ്ഞാൽ ശരീരത്തിലും നീട്ടാതെ പറഞ്ഞാൽ പ്രകൃതിയിലും കാണുന്നത് എന്താണ്? അതായത് ഒരു 2 അക്ഷരമുള്ള ഒരു മലയാള വാക്ക്. ഓക്കെ. ഇതൊന്ന് ആദ്യത്തെ അക്ഷരം നമ്മളിപ്പോൾ പുട്ട്, പൂട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്ന് നീട്ടിപ്പറഞ്ഞാൽ, ആദ്യത്തെ അക്ഷരം നീട്ടിപ്പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ കാണാം, നീട്ടാതെ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലും കാണാം. എന്താണ്? കുസൃതിയാണ്. എല്ലാവരും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് ജീവനുള്ള ഒന്നല്ല, ഇതൊരു പ്രൊഡക്റ്റാണ്. കാറ്റ്. ശരീരത്തിലും കാണാം. ശരീരത്തിൽ നമുക്ക് കാണാം. മാല. മാ നീട്ടി ഉച്ചരിച്ചാൽ മാല, മാ നീട്ടാതെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ആൻസർ. ഒരു കൈയ്യടി കൊടുക്ക്. വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവന്. അടുത്ത ചോദ്യം. ഓക്കെ. ഒഴുകുന്ന ഒന്നിൻ്റെ നടുക്കുള്ള അക്ഷരം പോയാൽ ശരീരാവയവമാകും. എന്താണ്? ഒഴുകുന്ന ഒന്നിൻ്റെ നടുക്കത്തെ അക്ഷരം പോയാൽ ശരീര അവയവമാകും. നമ്മൾ നേരത്തെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രൊഡക്റ്റ് അല്ല, ശരീര അവയവമാണ്. കായൽ. വെരി ഗുഡ്. കായൽ. അതായത് ഒഴുകുന്ന ഒന്നിന്റെ നടുക്കത്തെ അക്ഷരം പോയി കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കാണാം. കായൽ, കാൽ. മൂന്നാമത്തെ ചോദ്യം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 2 അക്ഷരം ചേർന്നാൽ ജീവനുള്ളതാകും. എന്താണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 2 അക്ഷരങ്ങൾ, A to Z ഏതോ 2 അക്ഷരങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ജീവനുള്ളത് എന്നുള്ളൊരു അർത്ഥം വരും. ജീവനുള്ളത് എന്നുള്ള അർത്ഥം വരും. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 2 അക്ഷരങ്ങൾ ചേർന്നാൽ ജീവനുള്ളത് എന്നുള്ളൊരു അർത്ഥം വരും. നമ്മൾ പൊതുവെ എല്ലാം പറയുന്നതാണത്. 2 അക്ഷരങ്ങൾ മാത്രം. ഇനീഷ്യൽ എന്താ? ഇനീഷ്യൽ എന്താണ്?
ഇനീഷ്യൽ ആ എസ്. എസ് ആണ്. ആ അല്ല, അതുപോലെ രണ്ട് അക്ഷരങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ജീവനുള്ളത് എന്നുള്ളൊരു അർത്ഥമാവും. ഓക്കെ അല്ല, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ രണ്ട് അക്ഷരങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ജീവനുള്ളത് എന്നൊരു അർത്ഥമാവും. മൂന്നാമത്തെ ചോദ്യമാണേ. നമ്മൾ പൊതുവെ പറയുന്നതാണ്, നമ്മൾ ജീവനുള്ളത് എന്നൊരു അർത്ഥം വരുന്ന ഒരു രണ്ട് അക്ഷരങ്ങൾ. നീ എന്തൊരു പൊതുവെ പറയുന്ന സിമ്പിളാണ്. ജീവനുള്ളതിനെ നമ്മൾ പറയുന്ന ഒരു പേരാണിത്. ചേച്ചി ഏതാണ്ടൊക്കെ അടുത്ത് ജീവനുള്ളത് എന്നുള്ളതിന് അർത്ഥം പറയുന്നൊരു പേരാണിത്. ഇംഗ്ലീഷ് അക്ഷരമാല രണ്ട് അക്ഷരങ്ങൾ. സിമ്പിൾ, സോ സിമ്പിൾ, വളരെ സിമ്പിളാണിത്. പഠിക്കുന്ന സമയത്തൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഈ വാക്ക് നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും അത് മലയാളത്തിലാണ്, പക്ഷേ ഇത് പറഞ്ഞു വരുമ്പോൾ അതൊരു മലയാളത്തിലേക്ക് പോവുകയും ചെയ്യും. പറഞ്ഞോ, ഞാൻ പറഞ്ഞോളൂ. അല്ല അല്ല, അതിൻ്റെ ഉത്തരം ഞാൻ പറയാം കേട്ടോ. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഒന്ന് ജി, ഒന്ന് വി. ജീവി പഠിച്ചിട്ടില്ലേ? ജീവി, നീ എന്തൊരു ജീവിയാണോ പൊതുവെ പറയുന്നില്ല. ഓക്കെ, നാലാമത്തെ ചോദ്യം. വീട്ടിലുള്ള ഒരു വസ്തുവിൻ്റെ പേര് എല്ലാ ഹോസ്പിറ്റലുകളിലും എഴുതി കാണാം. എന്താണ്? വീട്ടിലുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് എല്ലാ ഹോസ്പിറ്റലുകളിലും എഴുതി കാണാം. മിക്കവാറും എല്ലാ ഹോസ്പിറ്റലും എഴുതിയിട്ടുണ്ടാവും. വീട്ടിലുണ്ടാകുമ്പോൾ അതിനെ ഫുള്ളായിട്ട് പറയും, പക്ഷേ അതിൻ്റെ ചെറിയൊരു പാർട്ടാണ് എല്ലാ ഹോസ്പിറ്റലുകളിലും എഴുതിയിട്ടുണ്ടാവുക. ഹോസ്പിറ്റലിൽ പോകാറുണ്ടല്ലോ നമ്മളൊക്കെ, എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാകും. അതായത് വീട്ടിലുള്ള ഒരു പ്രൊഡക്റ്റാണ്, വീട്ടിലുള്ളൊരു പ്രൊഡക്റ്റ്. ഇതിനെല്ലാം മിക്കവാറും ഹോസ്പിറ്റലുകളിൽ എഴുതിയിട്ട് കാണാം കേട്ടോ, എഴുതിയിട്ട് കാണാം പല സ്ഥലത്തും. ICU ഇല്ല, അങ്ങനെ അല്ല അല്ല അല്ല, വീട്ടിലേക്ക് തന്നെ ICU ആവേണ്ട കാലഘട്ടം കഴിഞ്ഞു. വീട്ടിലുള്ള ഒരു പ്രൊഡക്റ്റാണ് സാർ, ഒരു പ്രൊഡക്റ്റ്. ഗൾഫിലല്ലേ? ഓക്കെ, ഗൾഫ് എന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റാണത്, ഈ ഒരു പ്രൊഡക്റ്റ്. പക്ഷെ ഇതിന് എല്ലാ സമയത്തും ഭയങ്കരമായിട്ടുള്ള വിലയില്ല, ഒരു പ്രത്യേക സമയത്താണ് ഇതിന് ഭയങ്കരമായിട്ട് വിലയുണ്ടാകുന്നത്. പറഞ്ഞോ? അല്ലല്ല അല്ലല്ല, ഇത് കഴിക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ എഴുതിയിട്ടുണ്ടാവുമോ? ഇത് കഴിക്കാൻ പറ്റില്ല, എല്ലാ വീടുകളിലും ഉണ്ട്. ഇത് ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ എഴുതിയിട്ടുണ്ടാകും. എന്താ പറയുക, ഇതിൽ പ്രത്യേകിച്ച് ചില സമയങ്ങളിൽ വിലയുണ്ടാവില്ല, ചില സമയങ്ങളിൽ നമുക്ക് വീട്ടിൽ ഇത് ഭയങ്കരമായിട്ട് വിലയുള്ള ഒരു സാധനമാണ്. കടകളിലുണ്ടാവും, ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ കൂടുതലായിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. ചിലപ്പോൾ ഇവിടുന്ന് ഓർഡർ തരുമല്ലോ, ഇന്നത് കൊണ്ടുവരണം എന്ന്. അപ്പോൾ ചിലപ്പോൾ സൗഹൃദങ്ങളും സുഹൃത്തുക്കൾ പോലും ചിലപ്പോൾ ഇന്നത് കൊണ്ടുവരണം എന്ന് പറയുന്നൊരു സാധനമാണ്. കഴിക്കാൻ പറ്റില്ല. ഇതിന് പല മോഡലിൽ കാണാം, പല നിറങ്ങളിൽ കാണാം. ഗൾഫിൽ നിന്ന് വരുമ്പോൾ സ്ഥിരമായിട്ട് മിക്കവാറും ഇതൊരു സാധനം ആ പെട്ടീൻ്റെ ഉള്ളിൽ ഉണ്ടാകും. പെട്ടി തുറന്നോ? ഓക്കെ, അതിൻ്റെ ഉത്തരം ഞാൻ പറയാം കേട്ടോ. അതിൻ്റെ ശരി ഉത്തരം എമർജൻസി എന്ന് പറയും. എമർജൻസി അല്ലേ, ഗൾഫുകാർ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്, നിർബന്ധമാണ്. ഇപ്രാവശ്യം വരുന്ന സമയത്ത് കൊണ്ടുവന്നോ എമർജൻസി? ഇപ്രാവശ്യം ഇല്ല അല്ലേ. എമർജൻസി എന്ന് പൊതുവേ ഹോസ്പിറ്റലിൻ്റെ വെളിയിലൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് കാണാം. ഓക്കെ, ചോദ്യം കുഴപ്പമില്ലല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം. കുടിക്കാൻ പറ്റാത്തതും കിടക്കാൻ പറ്റുന്നതുമായ കപ്പ്. സിമ്പിൾ. കുടിക്കാൻ പറ്റാത്തതും കിടക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കപ്പ്. കപ്പ് 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 കിടക്കാൻ അല്ല, വേക്കപ്പ് അല്ല. നമുക്ക് കുടിക്കാൻ പറ്റില്ല ഈ കപ്പിൽ, കുടിക്കാൻ പറ്റില്ല. കുടിക്കാൻ പറ്റാത്തതും കിടക്കാൻ പറ്റും. ചില ആൾക്കാർ അവിടെ കിടക്കും. ലോക്കപ്പ്, റൈറ്റ് ആൻസർ. ലോക്കപ്പ്. ഓക്കെ, അടുത്ത ചോദ്യം. ചില ആൾക്കാർ പോകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന ജോലി എന്താണ്? ചില ആൾക്കാരല്ല, മിക്കവാറും ആൾക്കാർ, കൂടുതൽ പുരുഷന്മാർ പോകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന ഒരു ജോലി. കൂടുതൽ പുരുഷന്മാരല്ല കേട്ടോ, ഒരു ചുരുക്കം ചില പുരുഷന്മാരൊക്കെ പോകുന്ന ഒരു സ്ഥാപനം, ഒരു സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന ഒരു ജോലിയുണ്ട്. ജോലി പറഞ്ഞോ, പറയൂ. ബാർബർ, റൈറ്റ് ആൻസർ. ബാർബർ, റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. ചിലർ തൂക്കിയിട്ട് നടക്കുന്നത് മറ്റു ചിലർ വരക്കാറുണ്ട്. എന്താണ്? അതായത് ചില ആൾക്കാർ പോകുന്ന സ്ഥാപനത്തിൻ്റെ പേര് തുടങ്ങുന്ന ജോലി ബാർബർ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ചിലർ തൂക്കിയിട്ട് നടക്കും, മറ്റു ചിലർ ഇത് വരക്കാറുണ്ട്. എന്താണ്? ചിലർ തൂക്കിയിട്ട് നടക്കുന്നത് ചിലർ വരക്കാറുണ്ട്. ചിലർ തൂക്കിയിട്ട് നടക്കുന്നത്
ഒരു പ്രത്യേക ആൾക്കാർ ഇത് വരക്കാറുണ്ട്. സ്റ്റെതസ്കോപ്പ്. അല്ലല്ല, വരക്കാറുണ്ട്. വരക്കാൻ യൂസ് ചെയ്യുന്ന സാധനമാണ്. യൂസ് ചെയ്യുന്നത് ഇത് പൊതുവെ ഇത് വരക്കുന്ന ഒരു ക്ലൂ തരാം. നമുക്ക് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഈ മലപ്പുറം ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ആഘോഷം വന്നാൽ അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിക്കുന്ന അല്ലേ. ഇപ്പോൾ മലപ്പുറത്താണെങ്കിലും ഹിന്ദുസും ക്രിസ്ത്യൻസും മുസ്ലിംസ് എല്ലാവരും അങ്ങനെ എല്ലാവരും ഉണ്ടാവും. ഒരു മതവുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. ചില ആൾക്കാർ തൂക്കിയിട്ട് നടക്കും, ചില ആൾക്കാർ അത് മറ്റു ചില ആൾക്കാർ വരക്കാറുണ്ട്. കുരിശ്, റൈറ്റ് ആൻസർ. കുരിശ്. ഓക്കെ, കുരിശാണ് കേട്ടോ. ചില ആൾക്കാർ തൂക്കിയിട്ട് നടക്കും, മറ്റു ചില ആൾക്കാർ അല്ലേ കുരിശ് വരക്കാറുണ്ട്, ചില ആൾക്കാർ തൂക്കിയിട്ട് നടക്കും. അടുത്ത ചോദ്യമാണ്. എനിക്ക് ജീവനില്ല, പക്ഷേ ചിലർ എന്നിലേക്ക് വന്നു ചേർന്നാൽ മാത്രമേ ഞാൻ എൻ്റെ ജോലി തുടങ്ങാറുള്ളൂ. എല്ലാ വീടുകളിലും കാണുന്ന ഒരു സംഭവമാണ് ഇത്. ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൽ കാണാം, സ്റ്റീലിൽ കാണാം, ഇരുമ്പിൽ കാണാം, ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതായത് എനിക്ക് ജീവനില്ല, ചിലർ എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അല്ല ഞാൻ എൻ്റെ ജോലി തുടങ്ങും. അതായത് അതവിടെ ചിലർ വന്നു കഴിഞ്ഞാൽ മാത്രമേ. വാഷിംഗ് മെഷീൻ അല്ല. അതായത് എനിക്ക് ജീവനൊന്നുമില്ല, അതായത് എനിക്ക് ജീവനില്ല, പക്ഷേ എന്നിലേക്ക് ചിലർ വന്നു ചേർന്നാൽ നമ്മളെല്ലാവരും ഇത് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ സഹായം നമ്മൾ തേടാറുണ്ട്. അല്ല, മിക്സി അല്ല. പല മോഡൽ എന്ന് പറഞ്ഞാൽ ഈ പേര് പറയുമ്പോൾ നമ്മളെ മനസ്സിലാകെ ഒറ്റൊരു മോഡലുണ്ടാവും. പല നിറത്തിൽ കാണാം, ചിലപ്പോൾ ഈ ഒരു എന്താ പറയുക സ്റ്റീലിൽ കാണാം. മൊബൈലല്ല, ഫോൺസല്ല. അറിയാമോ മോനെ? ജീവനില്ല. അതായത് ജോലിയുടെ ഭാഗമായിട്ട് എന്നിലേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി തുടങ്ങും. മെഷീനല്ല. ഓക്കെ, അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. അതിൻ്റെ ഉത്തരം ഹാങ്ങർ എന്ന് പറയും. ഹാങ്ങർ. ഓക്കെ, ഇനി രണ്ട് ചോദ്യങ്ങൾ മാത്രം. ഓക്കെ, ശരി. കുറ്റം 3 അക്ഷരമുള്ള ഒരു വാക്കാണിത്, മലയാളത്തിലൊരു വാക്ക്. ആദ്യ 2 അക്ഷരം വെള്ളത്തിൽ കാണാം, ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ഒരു ആയുധമാകും, 3ഉം ചേർന്നാൽ വീട്ടിലും കാണാം. 3 അക്ഷരമുള്ള ഒരു മലയാള വാക്ക്. ആദ്യത്തെ 2 അക്ഷരം ചേർന്ന് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ കാണാം, ആദ്യത്തെയും അവസാനത്തെ അക്ഷരം ചേർന്നാൽ ഇതൊരു ആയുധമായിട്ട് മാറും, 3ഉം ചേർന്നാൽ വീടുകളിൽ കാണാം. ഈ ഗൾഫ് ഇപ്പോൾ ഫ്ലൈറ്റ് യാത്ര, എപ്പോഴെങ്കിലും ഷിപ്പ് യാത്ര നടത്തിയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഷിപ്പിൽ പോയിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഏതാണ്ടൊക്കെ അടുത്തുള്ളൊരു ഉത്തരമാണ്. വീട്ടിലുണ്ടാവും, എല്ലാവരും മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഓക്കെ, ഇതിൻ്റെ ആദ്യത്തെയും 2ാമത്തെ അക്ഷരം ചേർന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൽ കാണാം. ഓക്കെ, ആദ്യത്തെയും അവസാനത്തെ അക്ഷരം ചേർന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആയുധം എന്നുള്ളൊരു ആയുധമായിട്ട് മാറും. ഓക്കെ, ഇത് 3ഉം ചേർന്നാൽ വീടുകളിലും കാണാം. എന്താണെന്നുള്ളതാണ് ചോദ്യം. മിക്കവാറും ആൾക്കാരുടെ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ നമുക്കിത് പറയാം. 3 അക്ഷരം എല്ലാവരും വീടുകളിലുള്ളത്. ആദ്യത്തെ 2 അക്ഷരം ചേർന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൽ കാണാം. പണ്ട് കാലത്തൊരു വിദേശം എന്നൊക്കെ പറയുമ്പോഴേ അല്ലേ, ഇപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് പോകാനൊക്കെ. പണ്ട് കാലത്ത് ചില ആൾക്കാർ പറയുന്ന ഒരു പേരാണ്, സ്ഥലത്തിൻ്റെ പേരല്ല, ഇതൊരു മീൻസ് വെള്ളത്തിൽ കാണാം. ആദ്യത്തെ 2 അക്ഷരങ്ങൾ ചേർന്നാൽ വെള്ളത്തിൽ കാണാം. ഗൾഫ്, വിദേശം, പ്രത്യേകിച്ച് ഗൾഫാണ്. ഏതാണ്ടൊക്കെ അടുത്തെത്തി. എനിക്ക് പ്രൊഡക്റ്റാണ് വേണ്ടത്. അല്ല, 3 അക്ഷരം. 3 അക്ഷരം, ആദ്യത്തെ 2ാമത്തെ അക്ഷരം കഴിഞ്ഞ് വെള്ളത്തിൽ കാണാം. ഇപ്പോൾ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഇവരാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അല്ല, വീടുകളിൽ കാണും. വീടിൻ്റെ ഉള്ളിൽ കാണും. ചിലപ്പം ചില ആൾക്കാർ ദൈവികമായിട്ടൊക്കെ ഇതിന് ഉപയോഗിക്കും. പ്രാർത്ഥനാ സമയത്ത് ചിലപ്പം, അല്ലെങ്കിൽ ചില ആഘോഷ സമയത്ത് ഇതിന് ഉപയോഗിക്കാറുണ്ട്. അതായത് 3 അക്ഷരമുള്ള മലയാള വാക്ക്, ആദ്യത്തെ 2 അക്ഷരം വെള്ളത്തിൽ, ആദ്യത്തെ അവസാനത്തെ അക്ഷരം ചേരുന്ന ആയുധം, 3ഉം ചേർന്നാൽ വീട്ടിൽ. കിട്ടുന്നില്ല. ഓക്കെ, അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കട്ടിൽ അല്ല. അതിൻ്റെ ഉത്തരം ഉരുളി. ആദ്യത്തെ 2 അക്ഷരം ചേർന്നാൽ ഉരു, ആദ്യത്തെ അവസാനത്തെയും ചേർന്ന് കഴിഞ്ഞാൽ ഉളി, 3ഉം ചേർന്നാൽ വീട്ടിൽ കാണാം. ഉരുളി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം കേട്ടോ. ഒരു നിറത്തിൻ്റെ പേരും ഒരു വളർത്തുമൃഗത്തിൻ്റെ പേരും ചേർന്നാൽ പ്രത്യേകം ചില ആൾക്കാരുടെ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്നവരാണ്. ഒരു നിറത്തിൻ്റെ പേരും ഒരു മൃഗത്തിൻ്റെ പേരും ഒരു വളർത്തുമൃഗത്തിൻ്റെ പേരും ചേർന്നാൽ ചില ആൾക്കാർ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. എന്താണ്? ഒരു നിറത്തിൻ്റെ പേര്, ഒരു നിറം, ഒരു മൃഗം. ഓക്കെ, ഒരു നിറത്തിൻ്റെ പേര്, ഒരു വളർത്തുമൃഗത്തിൻ്റെ പേര്. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാർ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കും. കുറച്ചെടുത്തോട്ട് സംരക്ഷണം അല്ല, ഇംഗ്ലീഷിലാണ് ഇവർ.
വാക്ക് വരുന്നത് ഇംഗ്ലീഷിലാണ്. നമ്മുടെ മലപ്പുറം ടീം കുറച്ച് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഒരു നിറം, ഒരു വളർത്തു മൃഗം. വീട്ടിൽ വളർത്തു മൃഗം അല്ല, സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കും. വീട്ടിൽ എന്തെങ്കിലും പെറ്റ്സ് ഉണ്ടോ? ഡോഗ് ഉണ്ട്. പിന്നെ വേറെന്താ ഉള്ളത്? ഡോഗ് മാത്രമേ ഉള്ളോ? ആ കേറ്റാ. ഓക്കെ. ഒരു നിറം, ഒരു വളർത്തു മൃഗം, ഇതിൻ്റെ 2 പേരും അടുപ്പിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ, അത് വളരെ ചുരുക്കം ചില ആൾക്കാർ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കും. റെഡ് ബുൾ സംരക്ഷണത്തിന് വേണ്ടി മൃഗം, കളർ, ഒരു നിറവും ഒരു വളർത്തു മൃഗവും ചേർന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാർ സംരക്ഷിക്കാൻ വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി. ബ്ലാക്ക് കാറ്റ്. റൈറ്റ് ആൻസർ ബ്ലാക്ക് കാറ്റ്. ഓക്കെ. അപ്പോൾ 10 ചോദ്യങ്ങൾ കഴിഞ്ഞ് നമ്മുടെ മലപ്പുറം ടീമാണ് കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ടീം എന്തായാലും ഇവരും കുഴപ്പമില്ല കേട്ടോ, ഉഷാറായിട്ട് പറഞ്ഞു. പക്ഷെ എന്താ അറിയാം, എല്ലാത്തിനും ചേച്ചിക്ക് ഉത്തരവുണ്ട് അല്ലേ? ഒരു ഉത്തരവാണെങ്കിലും വരുന്നുണ്ട്, അത് സന്തോഷം. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട മലപ്പുറം ടീമിന് ഞങ്ങളുടെ VMTV ന്യൂസ് ചാനലിൻ്റെ സ്നേഹം നിറഞ്ഞ സമ്മാനം കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും പ്ലീസ്. ഇതാ മലപ്പുറം ടീമാണ് നമ്മുടെ. ടച്ച് ചെയ്തോ. അപ്പോൾ സന്തോഷം, എന്തായാലും പങ്കെടുത്തതിൽ സന്തോഷം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇഞ്ചോട് ഇഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളുടെ VMTV ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വിഘ്നേശ്വര ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും തൽക്കാലം ഇവിടെ പറയുന്നു. ബൈ ഫ്രം സുമിത് രാഘവ്. ഒരു ടാറ്റ പറഞ്ഞ എല്ലാവരും. ഓക്കെ.